ആസാമിൽ നിന്നൊരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ഒരൊറ്റ രാത്രി കൊണ്ട് 416 പേരെയാണ് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ വിചാരിക്കും 416 പേർ അത് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല, ഒരു വലിയ സംഖ്യയാണ്. ഒറ്റ ദിവസം കൊണ്ട് 416 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെങ്കിൽ അതിനൊരു ഇച്ഛാശക്തി വേണം. എന്തിനാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇങ്ങനെ ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, രാത്രിക്ക് രാത്രി ഈ വമ്പൻ ഓപ്പറേഷൻ നടത്തി 416 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് ശൈശവ വിവാഹത്തിന്റെ പേരിലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഡിസംബർ 21-ാം തീയതിയാണ് രാത്രിയാണ് ഈ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 22-ാം തീയതി ഇവരെ കോടതിയിൽ ഹാജരാക്കും. എല്ലാം വളരെ വേഗത്തിൽ തന്നെയാണ് പോകുന്നത്. 335 കേസുകളാണ് ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോഴും ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുന്നു. കുലുങ്ങാതെ നിൽക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാം മുഖ്യമന്ത്രി. ശൈശവ വിവാഹ കേസുകളിൽ നിയമപരമായ ഇടപെടലിന് ആസാം സർക്കാർ ഊന്നൽ നൽകിയിട്ടുണ്ട് എന്ന് മറ്റ് സംസ്ഥാനങ്ങളടക്കം പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇത് വലിയ മാതൃകയായി. ലോക അന്താരാഷ്ട്ര നീതി ദിനമായ ജൂലൈ 17 പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത്. നമുക്കറിയാം, ആസാമിൽ ശൈശവ വിവാഹങ്ങളുടെ ഒരു കൂടാരമായിരുന്നു ആസാം എന്ന് പറയുന്നത്. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാർ, അതുപോരാത്തതിന് ആസാമിൽ നിന്നുള്ള മറ്റു വിഭാഗങ്ങൾ, മറ്റ് മതമൗലികവാദികൾ, ഇവരുടെയൊക്കെ വിശ്വാസം എന്നിങ്ങനെ പറഞ്ഞ് അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ വിവാഹം കഴിച്ചയക്കുന്ന ഒരു കാഴ്ച അവിടെ കണ്ടതാണ്. അപ്പോഴാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ മാസ് എൻട്രി ആസാമിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം ആസാമിൽ ശൈശവ വിവാഹം പാടെ നിരോധിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഞെട്ടൽ അവിടെയുള്ള മതമൗലികവാദികൾക്കടക്കം ഉണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹം ചെയ്തത് 2024, അതായത് ഈ കൊല്ലം അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം പുറത്തു വന്നത് നിങ്ങൾ അറിയണം. അസാമിലെ മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം 1935 അദ്ദേഹം റദ്ദാക്കി കളഞ്ഞു എന്നുള്ളതാണ് ആ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത്. അത് റദ്ദാക്കിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. അസാമിലെ ശൈശവ വിവാഹത്തിനെതിരെ അങ്ങനെ കർശന നടപടികളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. ശൈശവ വിവാഹത്തിനെതിരെ അദ്ദേഹം അവിടെ ക്യാമ്പയിൻ ആരംഭിച്ചു. അത് നടത്തരുത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള നടപടികൾ അവിടെ തുടരുന്നു. അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ഞെട്ടിക്കുന്ന വിവരം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശൈശവ വിവാഹത്തിനെതിരെയുള്ള പോരാട്ടം അസാം തുടരുമെന്നും ഇന്നലെ രാത്രി ആരംഭിച്ച ഓപ്പറേഷനിൽ 3-ാം ഘട്ടത്തിൽ 416 പേരെ അറസ്റ്റ് ചെയ്യുകയും 335 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്നാണ്. ഈ സാമൂഹികമായ തിന്മയെ ഉന്മൂലനം ചെയ്യാൻ ഏതറ്റം വരെയും പോകുമെന്നും അതിനുവേണ്ട ധീരമായ നടപടികൾ താൻ തുടങ്ങും എന്നുമാണ്. ഇനിയും അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ അതിന് മടിക്കില്ല. ഒരു സോഷ്യൽ ഈവിൽ എന്നാണ് ഈ ശൈശവ വിവാഹത്തെ അദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് 2021-നും 22-നും 23-നും 24-നും ഇടയിൽ സംസ്ഥാനത്തെ 20 ജില്ലകളിലെ ശൈശവ വിവാഹം ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ വന്ന ശേഷം 80% കുറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണം അഥവാ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പോരാത്തതിന് അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും അസാം അസംബ്ലിക്കുള്ളിൽ അതിൽ വലിയ ബഹളം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് എന്തിനാണെന്നും ഈ ആവശ്യം നിങ്ങൾ വെളിപ്പെടുത്തണമെന്നുമാണ് പ്രതിപക്ഷം ഹിമന്ത ബിശ്വ ശർമ്മയോട് ചോദിച്ചത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അതിന് ഒരൊറ്റ മറുപടിയാണ് കൊടുത്തത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആസാമിൽ ശൈശവ വിവാഹം അനുവദിക്കില്ല എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. എന്തായാലും ഹിമന്ത ബിശ്വ ശർമ്മയെ ഇപ്പോൾ എതിർത്ത് നിൽക്കാൻ ആസാമിൽ ഒരാൾക്കും ധൈര്യമില്ലാതെ വന്നിരിക്കുന്നു. അദ്ദേഹം ആസാമിൽ വലിയ രീതിയിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നു. മറ്റാൾക്കാർ ഭയന്നിരുന്ന നിയമങ്ങൾ ആസാമിൽ അദ്ദേഹം പൂപറിക്കുന്ന ലാഘവത്തോടെയാണ് ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ നടപ്പാക്കുന്നത്. അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.